ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, വേദിയിലെയും സദസ്സിലെയും ഈ സ്കൂളിൻ്റെ ആരാധ്യയായ പ്രിൻസിപ്പാൾ, വൈസ് പ്രിൻസിപ്പാൾ, അധ്യാപകർ, മാതാപിതാക്കൾ, പേരൻറ് ടീച്ചർ അസോസിയേഷൻ ചുമതലക്കാർ, വിദ്യാർത്ഥിനികൾ, പ്രിയ സഹോദരങ്ങളെ, ബ്ലൂമിങ് മനോഹരമായൊരു കാഴ്ചപ്പാടാണ്. ഒരുപക്ഷെ അതിനു മുമ്പിൽ ഒരു വാക്കും കൂടെ ചേർത്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എവർ ബ്ലൂമിങ്. ബ്ലൂമിങ് ആവുമ്പോൾ ഉള്ളൊരു കുഴപ്പം, അത് വാടാനും നിലത്ത് വീഴാനും സാധ്യതയുണ്ട്. അത് ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇതുവരെ ഇല്ല. അതൊരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസം. ഒരു കാലത്ത് ഗുഹകളിൽ താമസിച്ച് അവിടുത്തെ സൗകര്യങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന മനുഷ്യൻ ചക്രങ്ങളുണ്ടാക്കിയാൽ കറങ്ങുമെന്നും കറങ്ങിയാൽ ദേശങ്ങൾ സഞ്ചരിക്കാമെന്നും വസ്തുതകൾ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നും പ്രതികരിക്കാൻ സാധിക്കുമെന്നും ഒക്കെ മനസ്സിലാക്കിയത് വിദ്യാഭ്യാസം കൊണ്ടാണ്. അതാണ് ഈശ്വരൻ കാലാകാലങ്ങളിൽ മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വരദാനം എന്നുള്ളത്. അതിന് രണ്ട് തലമുണ്ട്. ഒന്ന് ഫോർമൽ എഡ്യൂക്കേഷനാണ്. അതിന് ഘട്ടങ്ങളുണ്ട്, ഘടനയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പരിമിതിയുമുണ്ട്. എന്നാൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഒരുപക്ഷെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായി കരുതേണ്ടതുമാണ്. ഈ സ്കൂളിലേക്ക് ബസ്സിൽ വരുന്ന കുഞ്ഞുങ്ങൾ ബസ് കടന്നു പോരുമ്പോൾ പാർശ്വങ്ങളിലേക്ക് നോക്കുകയും എന്ത് കാണുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് നിർണായകമായൊരു വിഷയമാണ്. അതില്ലാതെ വരുമ്പോഴാണ് വിദ്യാഭ്യാസം പരിമിതവും ഭാഗികവുമായി തീരുന്നത്. തീർച്ചയായിട്ടും പാഠശാലയിൽ, സ്കൂളുകളിൽ ഔദ്യോഗികമായ ഫോർമൽ വിദ്യാഭ്യാസം ലഭിക്കേണ്ടതുണ്ട്. അതാണ് ചുറ്റുപാടും കാണുന്നതിനെ പരിശോധിക്കാനും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ധാരണകൾ രൂപീകരിക്കാനും ആ ധാരണകളെ പ്രതികരണമാക്കാനും സഹായിക്കുന്നത്. എന്നാൽ നിരന്തരമായ വിദ്യാഭ്യാസം എന്നുള്ളത് ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമാകുന്നില്ല പലപ്പോഴും. അവിടെയാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോജനം ജീവിതാന്ത്യം വരെ ബ്ലൂമിങ്ങായി നിലനിർത്തേണ്ട ആവശ്യം വരുന്നത്. ആ ഒരു ലക്ഷ്യവും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതാണ്. കാരണം നിരന്തരമായ പരിവർത്തനത്തിന് വിധേയമാകുന്ന ഒരു ലോക സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നും ശൂന്യാകാശത്തിൽ 2 ഗ്രഹങ്ങളെ തമ്മിൽ സംയോജിപ്പിക്കാമെന്നും
സൂര്യൻ്റെ അടുത്ത് പോയി അതിൻ്റെ ഉൾക്കാമ്പിനെ പരിശോധിക്കാൻ കഴിയുമെന്നും ഒക്കെ ഒരിക്കലും ചിന്തിക്കാതിരുന്ന ഒരു കാലം ഇവിടെ പ്രായമായ ആളുകളുടെ, എൻ്റെ ഉൾപ്പെടെ, ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഇന്നതല്ല അവസ്ഥ. ഞാൻ അതേ പഠിച്ചിട്ടുള്ളൂ, ഇതൊന്നുമില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് എനിക്ക് പരിചയമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഇക്കാലത്തെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയാവില്ല. ഇക്കാലത്തെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ ഈ ആധുനികതയുടെ പരിവർത്തനം ചെയ്യപ്പെട്ട ലോകത്തിൻ്റെ ഭാഷയാണ്. അതിനോട് പ്രതികരിക്കാനും അതേസമയം തന്നെ മനുഷ്യവംശത്തെ പുരോഗതിയിലേക്ക്, സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, സ്വത്വബോധത്തിൻ്റെ അഗാധതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതാണ്. അവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉൾക്കരുത്ത് പ്രകടമാകേണ്ടത്. അതിന് ഈ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് കിട്ടുന്ന ആ കാലയളവിലെ വിദ്യാഭ്യാസം ഉപയുക്തമാക്കേണ്ടതാണ്. അതില്ലാതെ വന്നാൽ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന അവസ്ഥയിൽ ലോകം പരിവർത്തനപ്പെടും. ഇവിടെ ഈ സ്കൂളിൻ്റെ പാഠപുസ്തകത്തിലെ പാഠഭാഗങ്ങളോടൊപ്പം മറ്റനേക പദ്ധതികൾ നടപ്പാകുന്നുണ്ട് എന്നുള്ള സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. കാരണം അതാണ് ഞാൻ മുൻപ് പറഞ്ഞ ആ പദ്ധതിയുടെ ഒരു പ്രായോഗികത. അതിലൂടെ അവനവനെയും അവനവൻ്റെ ചുറ്റുമുള്ള ലോകത്തെയും കാണാനും കണ്ട് വിലയിരുത്താനും വിലയിരുത്തി പ്രതികരിക്കാനും സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യവംശം മുന്നോട്ട് പോകുന്നത്. വളരെ പഴയ ഒരു കഥയുണ്ട്. ബൈബിളിലെ 1-ാം പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ചേർത്തിരിക്കുന്ന ഒരു കഥ. ഒരു ജീവി വന്ന് പറഞ്ഞു, ഇത് തിന്നാൽ ദൈവത്തെ പോലെയാകും എന്ന്. അവിടെ ഒരു വിലയിരുത്തലിൻ്റെയും വിമർശനാത്മകമായ പ്രതികരണത്തിൻ്റെയും ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അത്രത്തോളം ഉയർന്ന് ചിന്തിക്കാനും പ്രതികരിക്കാനും സാധിക്കാതെ പോയ മനുഷ്യൻ പുറത്താവുകയാണ്, സമൂഹത്തിന് പുറത്താവുകയാണ്, ജീവിതത്തിൽ നിന്നും പുറത്താവുകയാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിക്കൂടാ. ഇക്കാലത്ത് വിദേശത്താണ് നേട്ടങ്ങൾ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ, ഖേദകരമായി പറയട്ടെ, വളർന്നു വരുന്നുണ്ട്. അവിടെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നുമെങ്കിലും എൻ്റെ കാഴ്ചപ്പാടിലും അനുഭവത്തിലും ഇക്കരെയാണ് ഭേദം എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവനവൻ ജനിച്ച് ജീവിക്കുന്ന ഭാഗത്തെ പരിവർത്തനപ്പെടുത്താൻ പറ്റാതെ അന്യന് അടിമവേല ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ചിലപ്പോൾ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാം. ധരിക്കുന്ന വസ്ത്രങ്ങൾക്കും ഓടിക്കുന്ന കാറുകൾക്കും വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ അവനവനെ നഷ്ടപ്പെടുത്തിയാണ് അത് നേടുന്നത് എന്ന ദുഃഖസത്യം വിസ്മരിക്കരുതേ എന്നാണ് ഓർമ്മപ്പെടുത്തൽ. മാധ്യമങ്ങൾ ധാരാളം പറയും, ലക്ഷക്കണക്കിന് ആളുകളാണ് വിദേശത്ത് പോയി മെച്ചമാകുന്നത് എന്ന്. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ലോകത്തുള്ള ഒരുവിധം രാജ്യങ്ങളിലെല്ലാം ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. മറിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ ഇക്കാലത്തെങ്കിലും
സൗജന്യ ഭക്ഷണത്തിന് വേണ്ടി തെരുവിൽ വരി നിൽക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസം നേടിയ കുഞ്ഞുങ്ങളെയാണ്. അതിന് ഒരാളെ കൂടെ പറഞ്ഞു വിടണമെന്ന് മാധ്യമങ്ങൾക്ക് പിന്തുണ നൽകുന്ന, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പിന്തുണ നൽകുന്ന ട്രാവൽ ഏജൻസികളും ശ്രമിക്കുമ്പോൾ അതിന് അടിമപ്പെടണമോ ഇല്ലയോ എന്നുള്ളത് സ്വയം ചോദിക്കേണ്ടതാണ്. ഇവിടെ ജീവിക്കാനാണ്, ഈ ലോകത്ത് ജീവിക്കാനാണ് ഈ വിദ്യാഭ്യാസം നമുക്ക് നൽകുന്നത്, ധാരണകൾ നൽകുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഒന്ന്, മാനവികത. അതെവിടെയും ഒന്ന് തന്നെയാണ്. അതങ്ങനെ ആയിരിക്കേണ്ടതുമാണ്. അവിടെ മതങ്ങൾക്കോ വർഗത്തിനോ വർണ്ണത്തിനോ സാമ്പത്തികത്വത്തിനോ ഒന്നും വലിയ സ്ഥാനമില്ല. ഒരു മനുഷ്യനായി തീരുക, അതിനുള്ള വിദ്യാഭ്യാസം ലഭിക്കുക. അതിൽ സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല, മനുഷ്യനെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്, നാം ഈ രാജ്യത്തിൽ അഭിമാനം കൊള്ളുന്ന വ്യക്തികളായി തീരുക. അവിടെയും ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വക്താക്കളായിരുന്നവർ നമുക്ക് നൽകിയ വരദാനം അടിമത്വം അന്യമാണ്, അഭിലഷണീയമല്ല എന്നതാണ്. അതിവിടെയായാലും എവിടെയായാലും. അതിന് മതം പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല, നിറമോ വർഗമോ പ്രശ്നമല്ല. അങ്ങനെയുള്ള ഒരു സ്വത്വ അന്വേഷണത്തിൻ്റെ ഭാഗമായി തീരാൻ തക്കവണ്ണം നമ്മുടെ വിദ്യാഭ്യാസം ഫലപ്രദമാകുന്നില്ല എങ്കിൽ വിദ്യയല്ല അഭ്യസിക്കുന്നത്, അവിദ്യയാണ്. അതല്ല നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ ശ്രേഷ്ഠമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് നിരന്തരം വിടർന്നുകൊണ്ടിരിക്കുന്ന പൂക്കളാകാൻ, ഒരിക്കലും വാടാത്ത, ഒരിക്കലും തളരാത്ത, ഒരിക്കലും കൊഴിഞ്ഞു പോകാത്ത പൂക്കളാകാൻ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിനുള്ള തുണ, പ്രചോദനം അവരവരുടെ വീടുകളിൽ നിന്ന് ലഭിക്കണം. ഇരിക്കടി അവിടെയെന്നോ ഇരിക്കട അവിടെയെന്നോ പറയുന്ന ഒരു മാതാവും പിതാവും ഉണ്ടാകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. പുറത്തിറങ്ങി പരിശോധിക്കൂ, കൂട്ടുകാരൊത്തു കളിക്കൂ എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ടാകണം. അതുപോലെ തന്നെയാണ് അധ്യാപകരും. വിശാലമായ ലോകത്തിൻ്റെ അത്ഭുതകരമായ നേർക്കാഴ്ചകളിലേക്ക് നയിക്കാൻ അധ്യാപകർക്ക് സാധിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ ഒരു പഴയ സ്കൂൾ അനുഭവം പറയട്ടെ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫിസിക്സ് അധ്യാപകനോട് ചോദിച്ചു, സാറേ, ഭൂമി ഉരുണ്ടതാണ്. ഉരുണ്ടതായ ഭൂമിയിൽ ഒരു സ്ഥലത്ത് നിന്നൊരു വിമാനം പൊങ്ങി വട്ടം കറങ്ങിയാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ വട്ടം കറങ്ങാതെ നേരെ പോയാൽ എവിടെ എത്തും എന്ന്. നീട്ടടാ കൈ എന്നാണ് പറഞ്ഞത്. അധ്യാപകന് ഉത്തരം ഉണ്ടായിരുന്നില്ല. നമുക്ക് അന്വേഷിക്കാം എന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ അന്വേഷിച്ചു. അപ്പോഴാണ് തുമ്പയിൽ നിന്ന് റോക്കറ്റ് പോകുന്നു എന്ന് അറിയുകയും എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരെണ്ണം ബലൂണോടുകൂടെ വന്ന് വീഴുകയും ചെയ്തത്. അധ്യാപകർ ഒരിക്കലും പഠനം അവസാനിപ്പിച്ചവരാകരുത്. ഞാൻ
സഭയുടെ 72 സ്കൂളുകളുടെ വേറെ മാനേജ്മെൻ്റ് ഉണ്ട്, സഭയ്ക്ക് മാനേജരായിരുന്നു. അധ്യാപകർ പഠിക്കണം നിരന്തരം. അതിന് വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ചോദ്യങ്ങളാണ് വളർച്ചയുടെ അടിത്തറ. പണ്ട് ക്രൈസ്തവ സഭ പറഞ്ഞിരുന്നു ഭൂമി പരന്നതാണ് എന്ന്. ഒരു മനുഷ്യൻ ഒരു യന്ത്രത്തിലൂടെ ഏറ്റവും പ്രാകൃതമായ അവസ്ഥയിൽ ശൂന്യാകാശത്തിലേക്ക് നോക്കിയപ്പോൾ അങ്ങനെയല്ല എന്ന് കണ്ടു. അവനെ കൊല്ലാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇന്നെല്ലാവർക്കും അറിയാം ഭൂമി ഉരുണ്ടതാണ് എന്ന്. അതുമാത്രമല്ല, അതിനപ്പുറത്തേക്ക് ലോകമുണ്ട് എന്നും സാധ്യതകളുണ്ട് എന്നും മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക്, അന്വേഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ, അത് മാതാപിതാക്കളായാലും അധ്യാപകരായാലും മതങ്ങളായാലും നയിക്കാൻ സാധിക്കട്ടെ. ഈ സ്കൂളിൻ്റെ 28ാമത്തെ ഈ വാർഷിക സമ്മേളനത്തിനും ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിനും എല്ലാ ദൈവാനുഗ്രഹവും ആശംസകളും നേരുന്നു. ഈ സന്ദർഭത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ മാനേജ്മെൻറ്റ്, അധ്യാപകർ, പ്രധാന അധ്യാപകർ എല്ലാവരോടുമുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.